പാലക്കാട് ജില്ലയിലുള്ള ഒരു തങ്ങള്, ആ തങ്ങള് ഒരുപാട് ആളുകളെ ഓരോ വർഷവും പല സമയങ്ങളിലായി ഉംറക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാനറിയുന്ന സയ്യിദാണ്. അല്ലാഹുവേ ആ കുടുംബത്തിന് സയ്യിദിനും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവരുടെ കൂടെ ഒരുപാട് ആളുകൾ ഉംറക്ക് പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കൂടെ തങ്ങളുടെ കൂടെ ഉംറക്ക് പുറപ്പെടുകയാണ്. പരിശുദ്ധമായ ഉംറക്ക് പുറപ്പെട്ടു. പവിത്രമായ മക്കയിലെത്തിയപ്പോ, കഅബ ശരീഫിന്റെ മുന്നിലെത്തിയപ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു പോകുന്നു. ആ ചെറുപ്പക്കാരൻ എന്തെന്നില്ലാതെ കരയുന്നു. ആ പൊന്നുമോന് കരഞ്ഞോണ്ട് ദുആ ചെയ്യുന്നത് അവന്റെ ഭാര്യക്ക് വേണ്ടിയാണ്. ഭാര്യക്ക് വല്ലാതെ ദുആ ചെയ്യുകയാ. തവാഫ് നടത്തുന്നു, ദുആ ചെയ്യുന്നു. ഭാര്യക്ക് കരഞ്ഞു ദുആ ചെയ്യുന്നു. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ഒലിക്കുന്ന കണ്ണുകളുമായിട്ട് ആ ചെറുപ്പക്കാരൻ വല്ലാതെ അങ്ങ് ദുആ ചെയ്യുമ്പോ തങ്ങള് കരുതിയത്രേ ഇവന്റെ ഭാര്യക്ക് എന്തോ വിഷമമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഗ്രൂപ്പ് അങ്ങ് നീങ്ങുന്നു. മദീനയിലെത്തുന്നു. പൊന്നാര നബി തങ്ങൾക്ക് സലാം പറയുന്നു. അവിടെയും ഈ ചെറുപ്പക്കാരൻ കരയുകയാ. ഏറ്റവും കൂടുതൽ അവന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് വല്ലാതെ ദുആ ചെയ്യുകയാ. തങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാ. യാത്ര കഴിഞ്ഞിട്ട്, ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണീരും സങ്കടവും പ്രാർത്ഥനയും കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ തങ്ങള് ചോദിച്ചത്ര, മോനെ നിന്റെ ഭാര്യക്കുള്ള പ്രശ്നമെന്താണ്? ആ ചെറുപ്പക്കാരൻ തങ്ങളോട് പറയാണ്, ഇല്ല തങ്ങളെ, എന്റെ ഭാര്യക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ നീയല്ലേ കഅബയിലെത്തിയപ്പോ, മക്കയിലെത്തിയപ്പോ, മദീനയിലെത്തിയപ്പോ വിവിധ ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലെല്ലാം നിന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നമെന്ന് പറയൂ മോനെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ എന്റെ ഭാര്യക്ക് പ്രശ്നമില്ല, പ്രശ്നം എനിക്കായിരുന്നു തങ്ങളെ. ആ ചെറുപ്പക്കാരൻ പറയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുഴുകുടിയനായിരുന്നു, കള്ളുകുടിയനായിരുന്നു, വല്ലാതെ കള്ളിനടിമയായിരുന്നു. എന്തിനേറെ പറയണം, ഒരുപാട് വിവാഹാലോചന നടത്തി, ഒന്നും എനിക്ക് ശരിയായില്ല തങ്ങളെ. അവസാനം ദരിദ്ര കുടുംബത്തിൽപ്പെട്ട, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുമായിട്ട് ആലോചന നടന്നു. അവളെ ഞാൻ കാണാൻ ചെന്നു. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടു. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തങ്ങളെ, എന്റെ പഴയ സ്വഭാവം പോലെ ഞാൻ അന്നും മദ്യപിച്ചിട്ട് ബൈക്കെടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോ എന്റെ വണ്ടി നിയന്ത്രണം വിട്ടു, ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു, എന്റെ കണ്ണിന്റെ ഭാഗം തകർന്നു തങ്ങളെ. ബോധം നഷ്ടപ്പെട്ടു. ആളുകൾ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ വിവരം എന്റെ ഭാര്യ അറിയുന്നു. അവളോട് ആരോ ചെന്ന് പറഞ്ഞു, മോളെ
നിന്നെ നോക്കി വെച്ചിട്ടുള്ള, ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരൻ കള്ളുകുടിയനാണ്. നിന്നെ കണ്ടുപോകുന്ന വഴിക്ക് മദ്യപിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാ. ഇനി എന്തിനാ അവന് വേണ്ടിയിട്ട് നീ കാത്തു നിൽക്കുന്നത്? ആ ബന്ധം നമുക്കൊഴിവാക്കാം. ഇങ്ങനെ ഇവളടുത്ത് ചെന്ന് പോയി പറഞ്ഞപ്പോ ആ പൊന്നുമോൾ ഇവരോട് പറഞ്ഞതോ, അതിനെന്റെ മനസ്സനുവദിക്കുന്നില്ല. അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. കാരണം എന്തേ? ഞാൻ എന്റെ റബ്ബിനോട് ഇത്ര കാലം ദുആ ചെയ്തത്, പാതിരാ നേരത്ത് ദുആ ചെയ്തത്, നിസ്കാര ശേഷം ദുആ ചെയ്തത്, ആരാധന മുറകൾക്ക് ശേഷം ദുആ ചെയ്തത്, അല്ലാഹ് 10, 50, 100 ആളുകളുടെ മുന്നിൽ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കേണ്ടുന്ന ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. വിവാഹപ്രായമെത്തുമ്പോ ഒരേ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ പടച്ചോനെ, ആ ചെറുപ്പക്കാരൻ ഏത് കോലത്തിലുള്ളതായാലും ഏത് സംസ്കാരത്തിലുള്ളതായാലും അല്ലാഹ് വിവാഹത്തോടെ അവനെ എനിക്ക് നീ നല്ലവനാക്കി തരണേ അല്ലാഹ്. അവന്റെ സ്വഭാവം എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. അവന്റെ സംസ്കാരം എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഈ കാലം വരെ ദുആ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയ്ക്കെതിരെ ചെയ്യാൻ എനിക്ക് കഴിയില്ല സഹോദരിമാരെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കല്യാണം വേണ്ട എന്ന് വെക്കൂല. കല്യാണത്തിൽ അങ്ങ് ഉറച്ചു നിന്നു. തങ്ങളെ അവളുമായിട്ടുള്ള വിവാഹം നടക്കുകയാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില് മണവാളനായി പുതിയ പിളയായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മണിയറയിൽ ഞാൻ ഇരിക്കുമ്പോ സുന്ദരിയായ സുമുഖിയായ എന്റെ ഭാര്യ, അതേ എന്റെ ജീവിതവും എന്റെ സംസ്കാരവും നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഭാര്യ എന്റെ മുന്നിലേക്ക് പാലും കയ്യിൽ പിടിച്ചിട്ട് നടന്നു വന്നു. വലത്തെ കയ്യിൽ നിന്ന് പാലും ഗ്ലാസ് ഇടത്തെ കയ്യിലേക്ക് മാറ്റിയിട്ട് മണിയറയിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എന്നെ കണ്ടപാടെ അങ്ങ് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാണത്തിന്റെ ചിരി മുഖത്ത് കാണുകയും എന്നാൽ ഈമാനിന്റെ പുഞ്ചിരിയോടെ എന്റെ മുന്നിലേക്ക് കൈനീട്ടിയിട്ട് എന്നോട് എന്റെ ഭാര്യ സലാം പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഇരിക്കുന്നിടത്ത് നിന്ന് എണീച്ചു. തങ്ങളെ എന്റെ ഭാര്യക്ക് കൈ കൊടുത്തു സലാം അടക്കുന്നു. 15 കൊല്ലം മുമ്പ് കണ്ടവളല്ല, 15 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളവളല്ല. എന്നെ കുറിച്ച് അവൾക്കൊന്നും അറിഞ്ഞുകൂടാ, അവളെ കുറിച്ചും കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. മധുവിധു ആഘോഷിക്കുന്നതിന്റെ മധുരമായ രാവിലെ, ആദ്യത്തെ രാവിലേക്ക് കടന്നു വന്നപ്പോ ആ പൊന്നുമോളന്റെ കൈ പിടിച്ചിട്ട് ചൊല്ലിയത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളോട് ആ സഹോദരൻ പറയുകയാ, ഞാൻ സലാം അടക്കുന്നു തങ്ങളെ. ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് ഗ്ലാസ് മാറ്റിയിട്ട് എന്റെ കയ്യിൽ വെച്ച് തന്നു. ഇക്കായിരുന്നു കുടിക്കണേ, ബിസ്മി ചൊല്ലി കുടിക്കണേ ഇക്ക. ആ പൊന്നുമോള് ദീനിന്റെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാ. കുടിയുടെയും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെയും മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവള് പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചു. എന്നിട്ട് ബാക്കി വെച്ചിട്ട് എന്റെ ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. അവളും ഇരുന്ന് കുടിച്ചു തങ്ങളെ.
എന്നിട്ടോ അവൾ എന്നോടായിട്ട് പറയുകയാ, ഇക്കാ നിങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെച്ചതാരാണ്? അല്ലാഹുവാണല്ലോ. എന്നെ നിന്നിലേക്ക് നിങ്ങളിലേക്ക് ചേർത്ത് വെച്ചതും അല്ലാഹുവാണല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കഴിക്കാൻ ഇതിനുള്ള മാർഗം എത്തിച്ചു തന്നത്, തൗഫീഖ് തന്നത് അല്ലാഹുവാണല്ലോ. ഇക്കാ അതുകൊണ്ട് പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുമ്പോ ഈ ഒരു ജീവിതം തന്ന അല്ലാഹുക്ക് വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കാരം നമ്മൾക്ക് നിർവഹിക്കാം. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ട് 14കൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലിന്റെ പവിത്രമായ വായിൽ നിന്ന്, അവിടുന്ന് മുബാറക്കായ നാവിൽ നിന്ന് പരിശുദ്ധമായ ദീനിനെ പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബി വനിതകളുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം സ്വഹാബത്തിന്റെ പാരമ്പര്യം കണ്ടു മനസ്സിലാക്കിയ താബീങ്ങളിൽ പ്രമുഖരായ ആളുകളുടെ ഉമ്മമാരുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. മലബാർ കേന്ദ്രമാകുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു പെണ്ണിന്റെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ എന്നോട് പറഞ്ഞു, ഇക്കാ വുളൂ ചെയ്തിട്ട് വരാ. ഞാൻ അറിയാതെ വുളൂ ചെയ്ത് വരുമ്പോ എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് മുസല്ല വിരിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ നിസ്കരിക്കുന്നു തങ്ങളെ. എന്റെ ഭാര്യയും നിസ്കരിച്ചു. അവൾ അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തത് ഞാൻ കേട്ടു. അല്ലാ, നീയായിട്ട് ചേർത്ത് വെച്ച ഈ ബന്ധം നാളെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് 25 കൊല്ലമായി, 30 കൊല്ലമായി. ഭർത്താവിന്റെ ആരോഗ്യം നിലനിർത്താൻ ദുആ ചെയ്ത പെങ്ങളെ, മക്കൾക്ക് വേണ്ടിയിട്ട് അസുഖം മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത പെങ്ങളെ, എന്നെങ്കിലും ഒരു രാത്രി എന്റെ ഭർത്താവിനെയും എന്നെയും നിന്റെ സ്വർഗീയ ലോകത്ത് ചേർക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ നിങ്ങളുടെ നാവിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദുആ ചെയ്യാൻ എന്റെ പെങ്ങളെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മണിയറയിലെ ആദ്യ രാത്രിയിൽ ഈ പെണ്ണ് അല്ലാഹുവിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിച്ചതല്ലോ, ഈ ബന്ധം നാളെ സ്വർഗത്തിലും നീ ചേർക്കണേ അല്ലാ. അവൾ ആ ദുആവും കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കിടക്കുകയാണ്. ആ സമയത്ത് എന്റെ കൈ പിടിച്ചിട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്നോട് കാര്യം പറയാണ്, ഇക്കാ ഇന്നലെ നിങ്ങൾ പല രീതിയിലും ജീവിച്ചവരായിരിക്കും, പലതും കണ്ടിട്ടുണ്ടാകും, പലതും സംസാരിച്ചിട്ടുണ്ടാകും, പലതും ചെയ്തിട്ടുണ്ടാകും, പലതിലേക്കും നടന്നിട്ടുണ്ടാകും, പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകും. ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു? കാണാൻ പാടില്ലാത്തവൾ, തൊടാൻ പാടില്ലാത്തവൾ, നേരിൽ വന്നിട്ട് സംസാരിക്കാൻ പാടില്ലാത്തവൾ. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മൾക്ക് നേരിൽ കാണാൻ പറ്റുന്നതാണ്, തൊടാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇടയിൽ മറയില്ലല്ലോ ഇക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇക്കാ, നമ്മുടെ ഈ ബന്ധത്തിൽ അല്ലാഹനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഇനി മുതൽ വേണ്ട ഇക്കാ. ഹറാമിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹനെ മറന്നുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വേണ്ട ഇക്കാ. ഇത് പറയുമ്പോ എന്റെ ഭാര്യ കരയുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ അവളെ കയ്യങ്ങ് മുറകെ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോളെ, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിന് ഞാൻ ചെയ്യൂല. എന്റെ കൈ പിടിച്ചിട്ട് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്റെ കൈ പിടിച്ചിട്ട് അവളെ കൈയും എന്റെ കൈയും ചേർത്ത് വെച്ചിട്ട് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവള് പറയാണ്, ഇക്കാ മരിക്കുന്നത് വരെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൊരുത്തമാണ്. മരിക്കുന്നത് വരെ ഞാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ പൊരുത്തമാണ്, നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ്. ഇവിടെ മാത്രമല്ല, ആഖിറത്തിലും അത് തന്നെയാ. അതുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നിങ്ങളുടെ പൊരുത്തത്തിനെതിരായിട്ടുള്ളൊരു ജീവിതം ഇല്ല ഇക്കാ. അത്
എന്നിൽ നിന്നില്ലാതെ ഞാൻ സൂക്ഷിച്ചോളാം. യാ അല്ലാഹ്, ഇങ്ങനെ അവരുടെ രാത്രിയിലെ ഈ കാര്യങ്ങളെ പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങുന്നു. പെട്ടെന്നാണ് എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത്. എണീക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ മൊബൈൽ എടുത്തിട്ട് ടൈം നോക്കിയപ്പോ പ്രഭാതമായിട്ടില്ല തങ്ങളെ, നേരം വെളുത്തിട്ടില്ല. അവൾ എന്നെ വിളിച്ച പാടെ പറഞ്ഞു, ബാങ്ക് കൊടുത്തിട്ടില്ല, സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല, ഒരല്പസമയവും കൂടി ബാക്കിയുണ്ട്, നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മണിയറയിലേക്ക് പുതുമണവാളന്റെ കയ്യും പിടിച്ചിട്ട് കടന്നു ചെല്ലുമ്പോ കല്യാണം കഴിഞ്ഞ കോടികൾ ലക്ഷങ്ങൾ ചെലവാക്കി കല്യാണം കഴിഞ്ഞ പന്തലിൽ നിന്ന് ലക്ഷറി വാഹനത്തിൽ മണവാളന്റെ കയ്യും പിടിച്ച് കയറിയിട്ട് നിങ്ങളുടെ മണവാളന്റെ വീട്ടു പടിക്കലേക്ക് നിങ്ങളുടെ കാലെടുത്ത് വെക്കുമ്പോ, മോളെ ഞാനൊന്ന് ചോദിക്കട്ടെ, മണവാട്ടിയായ നീ എന്ന് ളുഹ്ർ നിസ്കരിച്ചോ, നീ എന്ന് അസ്ർ നിസ്കരിച്ചോ, നീ എന്ന് മഗ്രിബ് നിസ്കരിച്ചോ? നിന്റെ മകന്റെ ഭാര്യയായി വരുന്ന പുതുമണവാട്ടിക്ക് വേണ്ടിയിട്ട് പല പല ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുത്ത് സ്വീകരിക്കുമ്പോ എന്റെ രക്ഷിതാക്കളെ, നിങ്ങളുടെ മകന്റെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ടോ? ഉമ്മ, നിങ്ങളുടെ മകന്റെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിളമാരെ, കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് മണവാട്ടിയുടെ മുന്നിൽ ചെന്ന് മഹറിന്റെ മാല ചാർത്തു കൊടുത്തിട്ട് അവളുടെ കവളിൽ ചുംബനം കൊടുത്തിട്ട് മണിയറയിൽ വാതിലടച്ചുകൊണ്ട് അല്പനേരം സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ, മോനെ എന്നെങ്കിലും ഒരു നേരം നിനക്ക് പറയാൻ കഴിഞ്ഞോടാ, എന്റെ മോളെ ഇന്നത്തെ ദിവസം എന്റെ പൊന്നുമോള് നിസ്കാരം കളാക്കിയേക്കല്ലേ, ളുഹ്റാകട്ടെ അസ്റാകട്ടെ മഗ്രിബാകട്ടെ കളാക്കിയേക്കല്ലേ മോളെ, പറയാ നിന്റെ നാവ് അനങ്ങിയിട്ടുണ്ടോ? പറയാ നിന്റെ നാവിന് കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടുക? എവിടെ നിങ്ങൾക്ക് യോജിപ്പുണ്ടാവുക? എവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവുക? ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തിനുള്ള നിസ്കാരം കഴിഞ്ഞ് തോന്നിയതുപോലെ നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ നിസ്കാരം നിങ്ങൾക്കെതിരായിട്ട് ദുആ ചെയ്യുന്നതാണ്. ഇത് ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ച സന്ദേശമാണ്. ഇവിടെയോ ഈ പെണ്ണ് ചെയ്തത് തഹജ്ജുദ് നിസ്കാരമാണ് ആരംഭിക്കുന്നത്. മണിയറയിലെ മധുവിധു ആഘോഷിക്കുന്ന ആദ്യ രാത്രിയിൽ നടന്ന സംഭവം. ഈ ചെറുപ്പക്കാരൻ എണീക്കുന്നു, വുദൂ ചെയ്ത് വരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ബാങ്ക് വിളിക്കുന്നു. ഈ പെണ്ണവനോട് പറഞ്ഞത്ര, ഇക്കാ പള്ളി അടുത്താണ്, പള്ളി വളരെ അടുത്താണ്, നിങ്ങൾ പോയിട്ട് സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് വരൂ ഇക്കാ. തങ്ങളെ, വെള്ളിയാഴ്ച പോലും ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ പോയിട്ട് അവസാന സമയത്ത് പള്ളിയിൽ പോയിട്ട് ആദ്യം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ഞാനാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കരിച്ചു, അവിടുന്ന് ഞാനിതാ തഹജ്ജുദ് നിസ്കരിച്ചു, ഇപ്പൊ ഞാനിതാ സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തിയിരിക്കുകയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നു, ഭാര്യയ്ക്ക് ചായ സൽക്കാരം തരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തിൽ തങ്ങളെ, ഈ പെണ്ണിനെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരം ഇന്ന് വരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളെ. അന്ന് തുടങ്ങിയ സുബഹി ജമാഅത്ത്, ഈ പെണ്ണിനെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയ സുബഹി ജമാഅത്ത് ഇന്ന് വരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളെ. ഭാര്യക്ക് മെൻസസായ സമയത്ത് പോലും എനിക്ക് വേണ്ടി എണീച്ചിട്ട് എന്നെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണായ എന്റെ പെണ്ണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ സ്വരൂപിച്ചു വെച്ച പൈസ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ
നിനക്ക് ഉംറക്ക് പോകാൻ. നമ്മൾ രണ്ടുപേരും പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ കയ്യിൽ കാശില്ലല്ലോ, ഒരാൾക്ക് മാത്രമേ പോകാനുള്ള പൈസയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോളെ, നിനക്ക് ഉംറക്ക് പോകാം. പ്രിയപ്പെട്ട ഭാര്യ ഉംറക്ക് അയക്കണമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് ഞാൻ എന്റെ ആഗ്രഹവുമായിട്ട് ഭാര്യനെ സമീപിച്ചപ്പോ തങ്ങളെ എന്നോട് പറയാണ്, ഇക്കാ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഅബ കാണാനും അവിടുത്തെ മണ്ണ് കാണാനും അവിടെ സഅയ് ചെയ്യാനും അവിടെ തവാഫ് ചെയ്യാനും അവിടെ അനുഗ്രഹിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനും അതിനെല്ലാം അപ്പുറം നൂറുൻ അലാ നൂർ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇക്കാ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഗ്രഹം മനസ്സിലുണ്ട് ഇക്കാ. പക്ഷേ എന്റെ അതിനേക്കാളും വലിയ ആഗ്രഹം എന്താണെന്നറിയുമോ? എന്നെക്കാളും മുമ്പേ ചെയ്യേണ്ടത്, ഉംറ ചെയ്യേണ്ടത്, തവാഫ് ചെയ്യേണ്ടത്, സഅയ് ചെയ്യേണ്ടത്, മദീനയിലെത്തേണ്ടത് നിങ്ങളാണ് ഇക്കാ. അതുകൊണ്ട് നിങ്ങൾ പോകണേ. അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിയിട്ട് ഓരോ കർമ്മങ്ങളിലും എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ ഇക്കാ. ഞാൻ ഉംറ ചെയ്തതിനേക്കാളും സന്തോഷം നിങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാ. തങ്ങളെ കള്ളു കുടിച്ചു മതോന്മത്തനായിട്ട് ബസ് സ്റ്റോപ്പുകളിലും റോഡ് സൈഡുകളിലും മന്തിയുറങ്ങിയിരുന്ന ഇന്നലകളിലുള്ള എന്റെ ജീവിതത്തെ സാധുവായ ദീനീബോധമുള്ള ഒരു പെണ്ണ് കടന്നു വന്നു മാറ്റിമറിച്ചിട്ട് ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ മണ്ണാകുന്ന ഭവനമാകുന്ന പരിശുദ്ധമായ കഅബയിലും പവിത്രമായ മുഅ്മിനായ മണ്ണാകുന്ന മദീനയിലും എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെ അതിന് കാരണം എന്റെ ഭാര്യയാ. അതിനുള്ള കാരണക്കാരി അവൾ മാത്രമാ. അവൾക്കല്ലാതെ പിന്നാർക്ക് വേണ്ടിയാണ് തങ്ങളെ ഞാൻ ദുആ ചെയ്യേണ്ടത്? ലോകത്ത് ഏതെങ്കിലും ഒരാൾക്കൊരു പെണ്ണിനെ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയാകണം തങ്ങളെ. അവളെ പോലെയുള്ള പെണ്ണാകണം തങ്ങളെ. അവിടെ കുടുംബം പ്രകാശിക്കുന്നതാ, അവിടെ മനസ്സ് വിശാലമാകുന്നതാ, അവിടെ കുടുംബം നന്നാകുന്നതാ. എല്ലാ നിലയിലും അല്ലാഹനെ അറിഞ്ഞ് അനുസരിച്ച് ഭയപ്പെട്ട് പരിശുദ്ധമായ ദീനിന്റെ പവിത്രമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ കുടുംബത്തില് ഭയപ്പെടേണ്ടതില്ല കൂട്ടരെ. ഭാര്യയെ സംശയിക്കേണ്ടി വരില്ല കൂട്ടരെ. ഒന്നല്ല, രണ്ടല്ല, അഞ്ചല്ല, 10 അല്ല, 15 കൊല്ലം നിന്റെ ഭാര്യയുമായിട്ട് പിരിഞ്ഞ് വിദേശ മണ്ണിൽ ചെന്ന് തീ തുപ്പുന്ന സൂര്യനോട് മല്ലടിച്ച് പണിയെടുക്കുമ്പോഴും ഇല്ല മോനെ, നിന്റെ കടപ്പറയിലേക്ക് ഒരു ഓട്ടോ ഡ്രൈവറും കയറി വരൂല, ഒരു ഗ്യാസ് ഏജൻസിയും കടന്നു വരൂല, നാട്ടിലുള്ള മറ്റു ഏതേത് ചെറുപ്പക്കാരും നിന്റെ മണിയറയിൽ കയറി വരൂലടാ. അവളുടെ മൊബൈലിലേക്ക് ഒരു അന്യപുരുഷന്റെ കോളും വരില്ല. കാരണം അവൾ ഭയപ്പെടുന്നത് നിന്നെയല്ല, നിന്റെ പിന്നിൽ അല്ലാഹുവിനെയാണ്. നിന്നെക്കാളും കൂടുതൽ ഭയപ്പെടുന്നത് അവനെയാ. ആ റബ്ബിനെ ഭയപ്പെടുന്ന പെണ്ണുള്ളടത്ത് കുടുംബം നന്നാകുന്നതാ. സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ സഹധർമ്മിണികൾ, നമ്മുടെയൊക്കെ ഭാര്യമാരെ ഈ നിലയിൽ അല്ലാഹുവിനെ അനുസരിച്ച് പടച്ച റബ്ബിന്റെ ദീനിൽ അടിയുറച്ച വിശ്വാസവുമായിട്ട് മരിക്കുന്നത് വരെ കൂടെ കഴിയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിൽ വെച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഉസ്താദ് ദുആ ചെയ്യണം. എവിടെ ഏത് സദസ്സിലും എനിക്ക് എന്റെ ഭാര്യക്കും സ്വർഗത്തിൽ ഒരുമിക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ട് ഈ സദസ്സിൽ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഖ്യ ഭാര്യന്റെ പേര് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ എത്രയാണെന്ന് പൈസ പറയില്ല. നിങ്ങൾ 50,000 തന്നാലും ഞാൻ മണിക്കും, 25,000 തന്നാലും മണിക്കും, 10,000 തന്നാലും ഞാൻ മണിക്കും. നിങ്ങളുടെ ഭാര്യന്റെ പേരിൽ ഇവിടെ നിന്ന് ദുആ ചെയ്യിക്കാൻ
നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഭാര്യയാകുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് കുടുംബത്തോടെ സ്വർഗം നേടണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് ആർക്ക് കൊടുക്കാൻ പറ്റും? ആരെങ്കിലും വേഗം പറയണം, സമയം കളയരുത്. ഒരു സംഖ്യ, ഉസ്താദ് ഇത്ര പൈസ എന്ന് ഞാൻ പറയാം. ഏറ്റവും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു സംഖ്യ ഞാൻ പറയാം. ഒരു 6666 രൂപ. ആര് കൊടുക്കും? കൈവക്കാട്ടെ, നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഭാര്യന്റെ പേരിൽ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ അങ്ങനെയുള്ള ഇണകളെ നീ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷത്തിനാക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം. മാഷാ അല്ലാഹ്. ഒരാള്, രണ്ടാള്, അൽഹംദുലില്ലാഹ്. ഇനി ആരാളുള്ളത്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ചൊല്ല് സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നൂറുകണക്കിന് ആളുകൾ ഇവിടെ 3 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. കാരണം 2 പേര് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് കുടുംബസമേതം സ്വർഗത്തിൽ കടക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് 6666 രൂപ മജ്‌ലിസ് നൂറിന്റെ സദസ്സിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ മണവാളന്റെ പേരിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മണവാളന്റെ പേരിലാണ്. അവരും ഖദീജ ബീവിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അല്ലാഹുവേ, അതുപോലെയുള്ള ബന്ധം ദുനിയാവിലും ആഖിറത്തിലും നീ ഇവരെ ആക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറകത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുനിയാവിലെ കഷ്ടപ്പാടുകൾ ഈ കുടുംബത്തിന് തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഭാര്യക്കോ, ഈ ഭർത്താവാകുന്ന ഇവർക്കോ, മക്കൾക്കോ, കുടുംബത്തിലുള്ള സഹോദര സഹോദരിമാരും മാതാപിതാക്കൾക്കോ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നീ പൂർണ്ണമായ സുഖം നൽകണേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗങ്ങളെ തൊട്ട് ഈ കുടുംബത്തെ നീ കാക്കണേ അല്ലാഹ്. രണ്ടുപേരേ ഉള്ളൂ. ഇനി ആരുണ്ടോ? ഒരു 6660. മാഷാ അല്ലാഹ്. ഇവിടെ ഒരാള് അൽഹംദുലില്ലാഹ്. 3 പേരായി അൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇന്ന ബൈതൻ അന്ത സാകിനൂഹു യാ റസൂലല്ലാഹ്. ലൈസ മുഹ്താജൻ ഇലാ സുറൂജി യാ ഹബീബല്ലാഹ്. ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله. لا إله إلا الله محمد رسول الله. ലൈവിലൂടെ വേറൊരു സഹോദരനും കൂടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇരിക്കുന്ന ആളെക്കാളും കൂടുതൽ ഇവിടെ പുറത്തു നിന്ന് വീക്ഷിച്ചുകൊണ്ട് ഇതിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. അല്ലാഹ്, അവർ ഞങ്ങൾക്ക് ആദർശരാണല്ലോ റബ്ബേ. പടച്ചോനെ, അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ദുആയാണല്ലോ. ആ കുടുംബത്തിന്റെ ആവശ്യം നീ നിറവേറ്റണേ അല്ലാഹ്. ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണേ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഞാൻ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് കൊടുക്കാം? ഇപ്പൊ എത്ര പേരെ? 3 പേരല്ലേ? 4 പേര്. അബ്ദുള്ള അല്ലേ? ഇവിടെ ഒരാളുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ മൊത്തം 3 പേരല്ലേ? ആണുങ്ങൾ
എത്ര പേരായി പറയണേ? ഇവരൊക്കെ ഭാര്യമാര് ജീവിച്ചിരിപ്പുള്ളവരല്ലേ? അല്ലല്ലേ? അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. കുടുംബത്തിലെ സന്തോഷപരമായ ജീവിതം നീ നൽകണേ അല്ലാഹ്. ഒരു സ്ഥലത്ത് നിന്ന് വയല് പറഞ്ഞിറങ്ങിയപ്പോ ഒരു വയോധികനായ ഒരാള് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു പറയാണ്, ഉസ്താദേ, എനിക്ക് വേണ്ടിയിട്ടല്ല കൂടുതൽ ദുആ ചെയ്യേണ്ടത് എന്റെ ഭാര്യക്ക് വേണ്ടിയാ. എന്റെ ശരീരമാണെങ്കിൽ ആരോഗ്യമൊക്കെ തകർന്നിട്ടുണ്ട്, ശരിയാണ്. ഞാനാകെ തളർന്നിട്ടുണ്ട്, ശരിയാ. പക്ഷേ എന്നെ ഈ നിലയിലേക്ക് വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ട് ഈ രൂപത്തിൽ എന്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ രണ്ടും മുട്ടുംകാലിന് വേദന കൊണ്ട് പ്രയാസത്തിലാണ്. ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യണേ. ഇതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്ന എത്രയെത്ര ഭർത്താക്കന്മാരുണ്ട് കൂട്ടരെ. അല്ലാഹുവേ, ഇവിടെയും ഇതാ ഇവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. നീ ആരോഗ്യം നൽകണേ അല്ലാ, ആയുസ്സ് നൽകണേ അല്ലാ. ഇവർക്ക് നീ ഇവരുടെ സമ്പാദ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധരായ പ്രവാചകന്മാരും അവിടുത്തെ ഭാര്യമാരും നയിച്ച രീതിയിൽ അവർ കാണിച്ച സ്നേഹത്തിന്റെ വഴിയിലായിട്ട് മരിക്കുന്നത് വരെ നടക്കാനും നിന്റെ സ്വർഗീയ ലോകത്ത് ഹബീബായ നബി തങ്ങളോടും അവിടുത്തെ ഭാര്യമാരോടും ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളോടും ചേരാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞത്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണ്. ഒരല്പനേരം കൂടി ഞാൻ നീങ്ങിയ കുഴപ്പമില്ലല്ലോ, പ്രശ്നമുള്ള സമയത്ത് പ്രശ്നമുണ്ടോ? പറഞ്ഞിട്ട് വിഷയം അവിടെ എത്തിയിട്ടില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞേ? ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ്. ഭർത്താവ് എന്തേ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നെഞ്ചില്, ഈ ഉപ്പാപ്പാന്റെ നെഞ്ചില് എന്താ പേര്? നാസർ ഖാനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വയറ്റില്, നിങ്ങളുടെ നെഞ്ചില് എന്തെങ്കിലൊക്കെ അടയാളുണ്ടെങ്കിൽ ഇപ്പൊ അത് ഒരാൾക്ക് കാണാൻ പറ്റുമല്ലോ? ഈ കുപ്പായിട്ടുള്ള സ്ഥിതിക്ക് കാണാൻ പറ്റുമല്ലോ? പറ്റുമോ? ശരീരത്തിന്റെ കുറ്റവും കുറവും ഐബും ഡ്രസ് ധരിക്കുമ്പോ ഒരാൾക്കും കാണാൻ കഴിയില്ല. ഭാര്യ ഭർത്താവിന്റെ ഐബ് മറച്ചു വെക്കേണ്ടവളാണ്. ഭർത്താവ് ഭാര്യന്റെ ഐബുകൾ മറച്ചു വെക്കേണ്ടവനാണ്. കുറ്റം പറയേണ്ടവനല്ല. നിങ്ങളുടെ ഭാര്യയെ പറ്റി മറ്റൊരാളോട് കുറ്റം പറയാൻ പാടില്ല. ഭർത്താവിനെ പറ്റി മറ്റൊരാളോട് കുറ്റം പറയാൻ പാടില്ല. ഉമ്മ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴും നല്ലത് പറയണം, എപ്പോഴും നല്ലത് പറയണം. ആരെ പറ്റി? ഭാര്യയെ പറ്റിയിട്ടായാലും ഭർത്താവിനെ പറ്റിയിട്ടായാലും. നിങ്ങൾക്കറിയോ, ഖദീജ ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ സലാം പറഞ്ഞയച്ചു. അല്ലാഹ് സലാം പറഞ്ഞയച്ചു. ലോകത്ത് ഒരു പെണ്ണിനോട് അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടാണ്? സയ്യിദത്തുനാ ഖദീജ. എന്തേ കാരണം? ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിച്ച ഒരു പെണ്ണ് ലോകത്തുണ്ടെങ്കിൽ അത് സയ്യിദത്തുനാ ഖദീജ. ഒരു ദിവസം രാത്രി പുറത്തിറങ്ങിയേ, രാത്രി പുറത്തിറങ്ങിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കോലം മാറിയിട്ട് വന്നു. എവിടെ പോന്നു? ഒന്നുമില്ല, ഞാൻ വെറുതെ പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞു. എന്തിനാ ഖദീജ ബീവി ആ സമയത്ത് പുറത്തിറങ്ങിയതെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയായിട്ടും വീട്ടിലേക്ക് എത്തിയിട്ടില്ല.
എന്റെ പൊന്നാര നബി തങ്ങൾ വീട്ടിലില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചയാൾ ചിലപ്പോൾ മുശ്രിക്കാണെങ്കിൽ റസൂലുള്ള പുറത്തെവിടെയോ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോയി ഉപദ്രവിച്ചാലോ, എന്റെ ഹബീബിനെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? അതുകൊണ്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ തേടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞില്ല, ഞാൻ വെറുതെ പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞു സയ്യിദത്തുനാ ഖദീജ. ആ ഖദീജയാണ് 50 വയസ്സില് ഇന്ന് 1.25 മണിക്കൂർ 2.25 മണിക്കൂർ നമ്മൾക്ക് വേണ്ടി വരുന്ന ജബലന്നൂർ പർവ്വതത്തിലേക്ക് പൊന്നാര നബി തങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് കയറി ചെന്നത്. കയറി വരുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ ഖദീജ വരുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വന്ന് അടുത്തെത്തിയാ പറയണം അല്ലാഹുവിന്റെ സലാമുണ്ട്, ജിബ്രീലിന്റെ സലാമുണ്ട്. സയ്യിദുനാ ജിബ്രീൽ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി അടുത്തെത്തിയപ്പോ പറഞ്ഞു, ഖദീജ അല്ലാഹ് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. അല്ലാഹ്ക്ക് എങ്ങനെ സലാം എടുക്കാം? എങ്ങനെ അല്ലാഹ്ക്ക് സലാം എടുക്കാം? സലാം മടക്കി ബുദ്ധികൂർമ്മതയുള്ളവളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. സലാം മടക്കി അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞു. ജിബ്രീലിന് സലാം മടക്കി. എന്റെ സലാമും കൂടി ഉണ്ട് ഖദീജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ സലാമും കൂടി ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ജിബ്രീലിന്റെ സലാമുണ്ടെന്ന് പറഞ്ഞിട്ട് സലാം മടക്കി കഴിഞ്ഞപാട് ഖദീജ ബീവി പറഞ്ഞു, നബിയേ അങ്ങേക്കും സലാം. കടിയില്ല ലോകത്ത് ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന്റെ സമയം വരെ ഖദീജ ബീവിയെ ഓർത്തിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെട്ടിട്ടില്ല. ഇതിന്റെ കാരണം ലോകത്ത് അങ്ങനെ സ്നേഹിച്ച പെണ്ണുണ്ടെങ്കിൽ അത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടിയാ പിരിവ് കൂടുതലായാൽ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാരെ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ വിളിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പിരിവ് വന്നാൽ മതി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ മനസ്സിലായിട്ടില്ല? നിങ്ങൾ എന്ത് പിരിവ് കൂടിയാ വിളിക്കും, അതങ്ങനെ രീതി എങ്ങനെയാ? അപ്പം സ്നേഹിക്കണം ഭർത്താവിനെ, ഭാര്യ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിപ്പിച്ചത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ വസ്ത്രമാണ്. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, എന്റെ വസ്ത്രം, ഈ കുപ്പായം എന്റെ ശരീരത്തോട്, എന്റെ തൊലിയോട് ചേർന്ന് നിൽക്കുകയാണ്. അല്ലേ അല്ലേ അല്ലേ? എന്റെ തൊലിയോട് ചേർന്ന് നിൽക്കുകയാണ് എന്റെ കുപ്പായം. അല്ലേ? എന്റെ സ്കിന്നിനോട് ഒട്ടി നിൽക്കുകയാണ്. ഇതേപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയം മരിക്കുന്നത് വരെ ചേർന്ന് നിൽക്കേണ്ടതാണ്. ഞാൻ ധരിച്ച കുപ്പായത്തില് ചളി പുരണ്ടാൽ, മണ്ണുണ്ടായാൽ ഊരിയിട്ട് വലിച്ചെറിയല്ല ചെയ്യുന്നത്. നിർത്താനായ എത്ര ആളെ? 5 ആളോ? ഇനി ഒന്ന് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോട്ടെ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഭർത്താവിനെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന സ്വർണ്ണാഭരണത്തിൽ നിന്ന് ഇവിടെ ഊരിയിട്ട് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഭാര്യമാർക്കും ദുആ ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരെ പേരിൽ ദുആ ചെയ്യിപ്പിക്കാൻ ഈ മജ്ലിസുൻ നൂറിന്റെ വേദിയിൽ, ഏതാ മജ്ലിസുൻ നൂർ? ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അവരിവിടെ നിന്ന് ഷഹീദായി പോയിട്ടുണ്ടെങ്കിൽ, അവരാരടി മണ്ണിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവര് മരിച്ചവരാണെന്ന് പറയല്ല കൂട്ടരെ. ബദരീങ്ങള് മരിച്ചിട്ടില്ല, ബദരീങ്ങള് മരിച്ചിട്ടില്ല, ബദരീങ്ങള് മരിച്ചിട്ടില്ല. പിന്നെയോ എന്താ പറഞ്ഞേ? അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഖുർആന പറഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാനും ചിന്തിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ആ ബദരീങ്ങളുടെ പേരിലാണ് ഇവിടെ നേരത്തെ ഉണ്ടായതല്ലേ, ഇപ്പം വന്നതല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷം വരണം. അതാണ് എനിക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ദുആർക്കൊല്ലാന്നല്ല കേട്ടോ. എങ്കിലും അൽഹംദുലില്ലാ ഒരു കോയ
അൽഹംദുലില്ലാഹ് ഒരു സഹോദരി ഒരു കോയിൻ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ചെലവാക്കുന്നത് ഈ ലോകത്ത് വെച്ച് ഏറ്റവും പരിശുദ്ധമായത് കഅബയാണെങ്കിൽ ആ കഅബ നിർമ്മാണത്തിൽ ബാക്കി വന്നതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിച്ചെറിഞ്ഞു. അത് എവിടെയെല്ലാം ചെന്ന് വീണിട്ടുണ്ടോ അവിടെയെല്ലാം പള്ളി വരുന്നതാണ്. അങ്ങനെ വീണ സ്ഥലമാണ് ഇവിടെ പള്ളി എടുത്തിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകളെ മാസത്തിൽ സുജൂദ് ചെയ്യുന്ന ഭവനമാ. ഇതിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. നെണിയന്നമ്പ്രത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്തിന്റെ മലായികകൾ ഇറങ്ങുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാൻ കഴിയും. പള്ളിയാണ്. ഇവിടെ നിങ്ങൾക്ക് മടിക്കുത്തിയിട്ടിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് 3/4 ഇട്ടുകൊണ്ട് നടക്കാം. പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റൂല. ചെരുപ്പിട്ടുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റൂല. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിച്ചില്ല. പള്ളിയിൽ നിന്നൊരു വിളിയാളുണ്ടായി. എല്ലാരും ഓടി വരണേന്ന് പറഞ്ഞു. പള്ളിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ജനാപത്തുകാരനാണെന്നറിഞ്ഞത്. കയറിക്കൂടാ, അകത്തേക്ക് കയറിക്കൂടാ. മെൻസസായ പെണ്ണ് പള്ളിയുടെ പരിസരത്ത് വരാം. പള്ളിയുടെ അകത്തേക്ക് മെൻസസായ പെണ്ണിനെ കയറിക്കൂടാ. ഇവിടെ നിങ്ങൾക്ക് കഥ പറയാം, ചിരിക്കാം, രസിക്കാം, എല്ലാം ചെയ്യാം. അതിനങ്ങോട്ട് കയറിയാൽ പിന്നെ ചിരിയില്ല കൂട്ടരെ, അവിടെ തമാശയില്ല. പള്ളിയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികകള് 24 മണിക്കൂറും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലമാണ്. ഈ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും പവിത്രമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ആ മണ്ണാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെലവാക്കുന്നത്. അല്ലാഹുവേ, ഇവിടെയും മലായികകളെ വലയം ചെയ്തിട്ടുണ്ടാകുമല്ലോ. അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകളുടെ അർവാഹുകൾ ഇവിടെ ഉണ്ടാകുമല്ലോ. അല്ലാഹ്, ഇതെല്ലാം ഇവിടെ നിന്ന് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷിയായി നീ വരുത്തണേ അല്ലാഹ്. ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സമ്മാനിക്കുന്ന നൽകുന്ന പൈസയാകട്ടെ സ്വർണ്ണാഭരണമാകട്ടെ അവരുടെ കരങ്ങളെ നീ പിടിക്കണേ അല്ലാഹ്. അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പള്ളിയെ നീ എത്രമാത്രം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവോ ആ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തവർ, ഇതിനെ നിലയിലേക്ക് കൊണ്ടെത്തിച്ചവർ, അല്ലാഹു ഇവിടെ മദ്രസ അതിനു വേണ്ടി കൊടുത്തവർ, സഹായിച്ചവർ, ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇന്നു മുതൽ അങ്ങോട്ട് ഇതിനു വേണ്ടി ഏറ്റെടുക്കുന്നവർ ആരാണോ അല്ലാഹുവേ, പള്ളിയോടും മദ്രസയോടും നിന്റെ ശരീഅത്ത് കാണിക്കുന്ന ആദരവും സ്നേഹവും ഇവരോടും നീ കാണിക്കണേ അല്ലാഹ്. ആരെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കണേ. എന്തിനാണെന്നറിയോ? എനിക്ക് നാളെ പോയ സ്ഥലത്ത് പോയി ദുആ ചെയ്യാൻ വേണ്ടി, നാളെ ഞാൻ പോകുന്ന സ്ഥലത്ത് ദുആ ചെയ്യാൻ വേണ്ടിയാ. പടച്ചോനെ, ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ഇന്നലെ ഞാൻ വടകരയായിരുന്നു. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വടകരയുടെ മറ്റൊരു പരിസരത്തായിരുന്നു. പടച്ചോനെ അല്ലാഹ്, അവിടൊക്കെ മദ്രസക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിച്ചപ്പോ അതിനങ്ങോട്ടുള്ള 100 കണക്കിന് വേദികളിൽ അല്ലാഹുവേ, കേരളത്തിന്റെയും കർണാടകയുടെയും വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകള് ഞാൻ പറഞ്ഞ വഅദിന്റെ പേരിൽ അവിടത്തെ പോയ നസീഹത്ത് പറഞ്ഞു കൊടുത്തിട്ട് പാവങ്ങൾക്ക് സഹായിച്ചവർ, യതീമക്കൾക്ക് സഹായിച്ചവർ, ഹിഫ്ളുൽ ഖുർആനിന് സഹായിച്ചവര്, സ്ഥാപനങ്ങൾക്ക് സഹായിച്ചവര്, അല്ലാഹുവേ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. അല്ലാഹ്, ആണുങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ 1000, 10,000, ലക്ഷങ്ങൾ തന്നവരുണ്ട്. പടച്ചോനെ, സ്ഥലം ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹ്, സ്വർണ്ണാഭരണം തന്നവരുണ്ട്. അല്ലാഹ്, പടച്ചോനെ അല്ലാഹുവേ, അവരോടൊക്കെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് പോകുന്ന വേദികളിൽ ദുആ ചെയ്യുമെന്ന്. ഇവിടെ ഞാൻ അവരെ ഓർത്ത് ദുആ ചെയ്യാണ്. ആ സാധുക്കളുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉപകാരമുള്ള അഅ്മാലുകളിൽ അവർ നൽകിയതിനെ നീ കൊടുത്തണേ അല്ലാഹ്. ഇന്നിവിടെ നൽകാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തവർ, സ്വർണ്ണാഭരണം നൽകുന്നവർ, ഇത് നൽകിയ സഹോദരി, ഇനി നൽകാമെന്ന് ഏറ്റെടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്ന വേദികളിൽ വെച്ച് ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെങ്കിലും എഴുതാനുണ്ടവരൊക്കെ വേദിക്കണേ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തി പോകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ധരിച്ച വസ്ത്രം, നമ്മുടെ വസ്ത്രം നമ്മൾ ചളിയായി കഴിഞ്ഞാൽ, മണ്ണുണ്ടായി കഴിഞ്ഞാൽ വലിച്ചെറിയൂല, കൊണ്ടുപോയിട്ട് കഴുകും, എന്നിട്ട് വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കും. അങ്ങനെയല്ലേ? അല്ലേ? അത് ഉപയോഗിക്കും.
ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഭാര്യക്ക് തൃപ്തികരമല്ലാത്തത് കണ്ടാൽ അതും ഇതും വിളിച്ചു പറഞ്ഞ് മനസ്സിനെ നോവിക്കാതെ ഉപദേശം കൊടുത്തുകൊണ്ട് നന്നാക്കണേ. ഭാര്യന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാൽ അവളെ പറയാതെ, അവളെ കുറ്റപ്പെടുത്താതെ, അവളെ വേദനിപ്പിക്കാതെ മോനെ നീ ഉപദേശം കൊടുക്കണേ. പരിശുദ്ധ ദീനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അല്ലാഹു നന്നാകാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിച്ചോ നമ്മൾ നിസ്കരിച്ചോണ്ട് ഇങ്ങനെ സ്വർഗ്ഗത്ത് പോകുന്നു? ഇശാന്റെ ജമാഅത്തിന് വരുന്നുണ്ട്, സുബൈക്ക് ജമാഅത്തിന് വരുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ളുഹാ നിസ്കരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും അല്ലേ? എന്താ വേണ്ടത്? ഒരു മനുഷ്യന് വേണ്ട പ്രധാനപ്പെട്ട മൂല്യമായ സമ്പത്ത് ഏതാണ്? അമൂല്യമായ സമ്പത്ത് ഏതാണ്? അമൂല്യമായ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വഭാവം നന്നാക്കലാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് ഉറങ്ങിയോ? ചോറ് റെഡി ആയില്ലടാ അല്ലേ? അങ്ങനെ മജ്‌ലിസിനോട് കഴിഞ്ഞ മാട് കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടി കഷ്ടപ്പെട്ട മക്കളെ, ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് അത് കെട്ടാൻ വേണ്ടി, പൊതിയാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ ഭാഗത്തൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട് ഒരുപാട് മദ്രസയിലെ വിദ്യാർത്ഥിനികളുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിനോട് പറഞ്ഞു ഉസ്താദ് അത് വയറക്കണമെന്നൊക്കെ. അല്ലാഹു മക്കൾക്ക് നാഫിയായിലുമിനെ പ്രദാനം ചെയ്യട്ടെ. നല്ല ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ബൈക്കിലും കാറിലും മറ്റു വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരായിരിക്കും. അവിടെ ഇവിടെയും പല അപകടങ്ങൾ കണ്ട് അതിന്റെ ഫോട്ടോസുകൾ കാണുമ്പോൾ ഞങ്ങളുടെ രക്തമല്ലെങ്കിലും, ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ പടച്ചോനെ ആ രക്തം വാർന്നൊലിച്ചിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് പറയാറുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരെ, അല്ലാഹു ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതുമായ എല്ലാ ബലാലിയടങ്ങേറെ മുസീബത്തുകളെ നീ തടയണേ അല്ലാ. കണ്ണേറിനെ തൊട്ട്, സിഹറിനെ തൊട്ട്, പൈശാചികപരമായ ഉപദ്രവങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സ്വഭാവം നന്നാക്കണം. ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം, അല്ലെങ്കിൽ ഭാര്യ കളവ് പറയുന്ന ഭാര്യയായി മാറുമെന്നാണ്. നിങ്ങളെ ദേഷ്യം പിടിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ കയർത്ത് സംസാരിക്കുന്നവരാണെങ്കിൽ, കർക്കശ സ്വഭാവക്കാരനാണെങ്കിൽ ഭാര്യ നിങ്ങളോട് പലതിനും കളവ് പറഞ്ഞിട്ടുണ്ടാകും. കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൾ കളവ് പറഞ്ഞിട്ടില്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ചില പെണ്ണുങ്ങളെ കള്ളത്തിമാരാകാറുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ പറയും, അടുത്ത ആഴ്ച വരെയുള്ള സാധനം വീട്ടിൽ ഒരുക്കി വെച്ചിട്ട് തലയാഴ്ച പറയും ഉള്ളിയില്ലേ, ഉള്ളിയില്ലേ, തക്കാളി ഇല്ലേ, അടുത്ത ആഴ്ച വരെ അവിടെ ഉണ്ട് ഉപയോഗിക്കാൻ, പഞ്ചസാരയില്ലേ, എല്ലാം തീർന്നു കാലിയായി എന്നറിയും. എന്നാലും ഒരാഴ്ച വരെ ഉപയോഗിക്കാനുള്ള സാധനം അവിടെ. ഇയാളോട് ഒരാഴ്ച മുമ്പേ പറഞ്ഞാലേ അടുത്ത ആഴ്ച ഈ സാധനം എന്ത് ചെയ്യുള്ളൂ, ഇവിടെ എത്തുള്ളൂ ഒക്കെ അറിയാം. ഒരാഴ്ച മുമ്പേ ഓള് കളവറിയാൻ തുടങ്ങി. ദേഷ്യം പിടിക്കുന്ന ഭർത്താവാണെങ്കിലോ മക്കളെടുത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടായാൽ ഭാര്യ പറയില്ല. കാരണം ഉപ്പക്കാലമ്പും ദേഷ്യം പിടിക്കും. സത്യസന്ധമായ രീതിയിൽ ഭാര്യക്ക് ഭർത്താവിനോട് ഇടപെടാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം ഭർത്താവാണ്. മുമ്പ് ഒരു നായരുണ്ടായിരുന്നേ. ഈ സംഭവം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തോട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരു 2-3 ആളെങ്കിലും എണീച്ചിട്ട് അങ്ങോട്ട് നീങ്ങിയാൽ എങ്ങനെയെങ്കിലും നമുക്ക് നിർത്തിയാൽ. ഇതെല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ പിരിയാനും കഴിഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നായരുണ്ടായിരുന്നു. എത്ര നായര്. അയാളുടെ സ്വഭാവം എന്താണെന്നറിയോ? എന്തിനും ഏതിനും ഭാര്യനോട് ദേഷ്യം പിടിച്ചിട്ടേ വർത്താനം പറയുള്ളൂ. അലക്കിയാലും കുറ്റം പറയും, ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പറയും, പിന്നെ മക്കളെ നോക്കിയതിനും കുറ്റം പറയും, എല്ലാറ്റിനും കുറ്റം പറയും. മക്കള് നന്നായ, മക്കൾ എന്തെങ്കിലും മോശക്കാരായ ഒക്കെ നീയാണ് അങ്ങനെ ആക്കിയത്. പറഞ്ഞ മനസ്സിലായില്ലേ? മക്കള് നന്നായ അതാരുതാണ്? നമ്മൾ അങ്ങനെ പറയാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉപ്പാക്ക് വലക്കെടുത്ത് കൊടുക്കണം. മക്കള് മോശമായ ഉമ്മാനെ കുറ്റം പറയാ. അപ്പൊ നിന്റെ മോനല്ല, പിന്നെ ആരേതാക്കിയത്? നിങ്ങൾ പറ. നന്നായ മാത്രം നിങ്ങളത്. പിള്ളേരെ മോശമായ അവള് പറയാ നിന്റെ കുറ്റാണ്, നിന്റെ കുറ്റാണ്, നിന്റെ വായ്പാണ്. പറയരുത്, പറയരുത്, പറയരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വഹാബികളെ ദുആ ചെയ്തിരുന്നു, പടച്ചോനെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞങ്ങളെ നീ വരിപ്പിക്കണേ അല്ലാഹ്. എന്താ ദുആ ചെയ്തത്? എന്താ ദുആ ചെയ്തത്? കല്യാണം കഴിയുന്നതിന് മുമ്പ്. എന്തിനാണ് കൂട്ടരെ? അവർക്ക് പൂതിയിലായിട്ടൊന്നല്ല.
ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓളെ പറ്റിയിട്ടുള്ള ചോദ്യം ഇവിടെ വരാൻ തുടങ്ങി. ഓളെ പറ്റിയിട്ടുള്ള ചോദ്യം വരാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ സ്വഹാബികൾ ദുആ ചെയ്തിരുന്നു, പടച്ചോനെ മക്കള് വളർന്ന് വലുതാകുന്നത് വരെ ഞങ്ങൾ നീ മരിപ്പിക്കല്ലേ. എന്തേ കാരണം? അവരെ നന്നാക്കിയിട്ട് മരിപ്പിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ ചോദ്യം കൂടുന്നുണ്ട്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അപ്പൊ ഈ നായര സ്വഭാവം എന്താണെന്നറിയോ? എന്തിനും ഏതിനും കുറ്റം പറയുന്ന നായര. മനസ്സ് തുറന്നിട്ട് ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഒരു ദിവസം ഇയാൾക്ക് വല്ലാത്ത വയറുവേദന വന്നു. ഇയാള് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇയാളോട് പറഞ്ഞത്ര വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ഇത് പക്ഷെ എനിക്ക് വല്ലാത്ത വേദന ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞത്ര. അപ്പൊ ഡോക്ടർ പറഞ്ഞത്ര, തൽക്കാലം ഇപ്പൊ നിങ്ങള് ഒരു മരുന്നുമായിട്ട് പോട്. നാളെ രാവിലെ രാത്രിയൊക്കെ ഞങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ യൂറിൻ ചെയ്തിട്ട് മൂത്രം ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുക. രാവിലെ കൊണ്ടുവരിക. അത് പരിശോധിച്ചിട്ട് ഞാൻ എന്താ അസുഖം എന്ന് പറയാന്ന് പറയും. ഇയാളെ വീട്ടിലെത്തിയത് ഭാര്യ അറിയില്ല. ഹോസ്പിറ്റലിൽ പോയതും ഭാര്യ അറിയില്ല. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അറിയില്ല. നമ്മള് ചിലപ്പോ വീട്ടിൽ പോയിട്ട് ആജിക്കയില്ലേ, അല്ലാഹ് ഉസ്താദെ കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയി അറിയില്ല. എന്താ ആജിക്കൊക്കെ പറഞ്ഞൂടെ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറയില്ല. ഓളോട് വിളിച്ചിട്ട് പറയില്ല, സലാം പറയില്ല. ഭാര്യനോട് സലാം പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ ഉണ്ടോ? നോക്കട്ടെ. സലാം പറയാത്ത ടീമുണ്ടെങ്കിൽ, സലാം പറയാത്ത ടീമുണ്ടെങ്കിൽ, പറയുന്ന ടീമല്ല, സലാം പറയാത്ത ടീം. അപ്പൊ എല്ലാരും പറയുന്നവരാണ്. എന്നാ സലാം പറയുന്നവർ കൈപൊക്കാട്ടെ ഒരാള്. അപ്പൊ ബാക്കിയുള്ളവർ ഇത് നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആക്കിയല്ലോ പഠിച്ചോനെ. ഞാന് നിങ്ങളെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിച്ചത്. കാരണം അധികം ആണുങ്ങളും വീട്ടിൽ സലാം പറയാൻ മടിയുള്ളവരാണ്. പാടില്ല. വീട്ടിൽ കയറുമ്പോ ഇന്ന് മുതൽ സലാം പറയണം. ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് ഞാൻ പച്ചക്ക് പറയുന്നില്ല, കാരണം അത് ലൈവൊക്കെ ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഓളെ മുമ്പിൽ മടിയില്ല. പിന്നെ ഈ നാണം, എന്തിനാ സലാം പറയുന്നതിന് എന്തിനാ നാണം? പറ. മടി വേണ്ട സലാം പറയുന്നതിന് മടി വേണ്ട. ഭാര്യന്റെ കൈ പിടിച്ചിട്ട് സലാം പറയാം, ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് സലാം പറയണേ. ഉമ്മമാരെ, വിദേശത്തുനിന്ന് ഭർത്താവ് വിളിച്ചാൽ ഫോൺ എടുത്തിട്ട് എന്താണ് അല്ല വേണ്ടത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാട്സപ്പിൽ രാവിലെ തന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങാണ്. സ്റ്റിക്കർ അയക്കണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭർത്താവ് ഇങ്ങോട്ട് അയച്ചാൽ അയക്കണം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ലോകത്തെ ഏതെല്ലാം നിലയിൽ എത്രത്തോളം വർഷങ്ങളോളമായി പിണങ്ങി ദേശത്തിലെ പിണക്കത്തിനായി കഴിഞ്ഞ ആളുകളെ യോജിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലി ലോകത്ത് പൊന്നാരനെ വിധങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ചൊല്ലലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അത് ചൊല്ലിയ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികകൾ ഇറങ്ങുന്നതാ. ആ കുടുംബത്തിന് ഇബ്ലീസിന് പ്രവേശനമില്ല. ആ പൊരയിൽ ഇബ്ലീസ് കയറൂല. വീട്ടിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും പറഞ്ഞ് കയറിയാൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ കൂടെ കുടുംബത്തിന് സലാം പറഞ്ഞ് കയറിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ നിങ്ങളുടെ ദാരിദ്ര്യവും കൂടി നീങ്ങും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാം പറയണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങാണ്, എടി ഞാൻ പോവട്ടോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കരിച്ചിട്ട് ഇശാ നിസ്കരിച്ചിട്ട് ഹദ്ദാദൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാണ്. കോളിംഗ് ബെല്ലടിച്ചു, ഭാര്യ തുറന്നു തരാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ ഇന്നു മുതൽ അങ്ങനെ ശീലിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ തുല്യമുള്ള ജീവിതമാക്കി തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാം പറയണം. എപ്പോഴും നിങ്ങളുടെ സംസാരം തുടങ്ങുമ്പോൾ സലാം കൊണ്ട് തുടങ്ങണം, സലാം കൊണ്ട് നിർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇയാള് വീട്ടിലെത്തി.
ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രിയായിട്ട് ഇയാൾ അസ്വസ്ഥത മാറിയില്ല. ഇയാൾ എന്ത് ചെയ്തു? ഡോക്ടർ പറഞ്ഞ പോലെ ബാത്റൂമിൽ പോയി യൂറിൻ ചെയ്ത് മൂത്രമൊഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി കൊണ്ടുവന്ന് കിടക്കുന്ന കട്ടിലിന്റെ കാലിന്റെ ഭാഗത്ത് വെച്ചു. ഇതൊന്നും ആരറിയില്ല, ഭാര്യ അറിയില്ല. ഭാര്യക്ക് ഇതൊന്നും അറിയില്ല, ഭാര്യനോട് പറഞ്ഞിട്ടുമില്ല. ചിലപ്പോ അങ്ങനെയുണ്ട്. നമ്മള് ചിലപ്പോ തിരക്കിനിടയിൽ കൊണ്ടുപോയിട്ട് മൊബൈൽ വെച്ചു എവിടെയോ വെച്ചിട്ട് മറന്നു, എന്നിട്ട് ഓളെ ചീത്ത പറയാ. ഓലക്കെടുത്തിട്ട് കൊടുക്കണം ഈ ജാതി മനുഷ്യന്മാര്. നമ്മൾ കൊണ്ടുപോയി വെച്ച സ്ഥലം നമ്മളെ മറന്നിട്ട് ഓളെ കുറ്റം പറയാം. പറഞ്ഞു മനസ്സിലായില്ലേ? പറയുമ്പോ കുറെ ചിരിക്കുന്നുണ്ട്. സംഭവം അവരവന്റെ കുടുംബത്തിലുള്ളതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു നമ്മളെ ഹിദായത്ത് തരട്ടെ. പറയരുത്. നമ്മുടെ തെറ്റ് നമ്മൾ തിരുത്തണം, പൊരുത്തപ്പെടിക്കണം. ഓരോ മാസവും ഭാര്യന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കണം, എടീ ഇന്ന് ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് പൊരുത്തക്കേടുള്ളതായിട്ടുണ്ടോ? നീ പൊരുത്തപ്പെട്ട് തരണം മോളെ. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി തരട്ടെ. നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നും ഭാര്യ അറിഞ്ഞില്ല. ഇവള് ഭർത്താവ് ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് ഇവള് ഉറങ്ങി എണീക്കാറുണ്ട്. വീട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഓളോട് പറയും, ഞാൻ 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്, 6 മണിക്ക് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഈ 5 മണിക്ക് ആരാ എണീക്കേണ്ടത്? 5 മണിക്ക് നീ എണീക്കണം. 5 മണിക്ക് ഓൾ എണീക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ അലാറം വെക്കുക, എന്നിട്ട് ഇവൻ 6 മണിക്ക് വിളിക്കുക. ഓനിക്ക് സുബൈ ജമാഅത്തൊന്നും വേണ്ട. പച്ചവെള്ളം കൊടുക്കരുത് പെണ്ണുങ്ങളെ. സുബൈക്ക് ജമാഅത്തിന് പള്ളി പോവാത്ത ആണുങ്ങളുണ്ടെങ്കിൽ, സുബൈക്ക് പോവാത്ത ആണുങ്ങളുണ്ടെങ്കിൽ പച്ചവെള്ളങ്ങളെ കൈ കൊണ്ട് കൊടുക്കരുത്. ഈ ജാതി മനുഷ്യന്മാർ നോടെല്ലാവരും പറയുന്നത് സുബൈക്ക് ജമാഅത്തിന് വരണം. എന്തിനാ സൗകര്യമുള്ളത്? ബൈക്കില്ലേ, സ്കൂട്ടിയില്ലേ, കാറില്ലേ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, മൊബൈലില്ലേ? എന്തിനാ സൗകര്യമുള്ളത്? ലോകത്ത് എന്തുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകള്, അതേപോലെ തന്നെ മുബത്തദീയങ്ങളായ ആളുകള്, അതേപോലെ തന്നെ പുത്തനാശയക്കാര്, അതേപോലെ തന്നെ നിരീശ്വരവാദികള്, യുക്തിവാദികള്, സ്വതന്ത്ര ചിന്താഗതിക്കാര് ഇസ്ലാമിനെ വളഞ്ഞു തിരിഞ്ഞ് കുത്താനും നോവിക്കാനും വേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഉമ്മത്ത് സുബൈക്കണിക്കാത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തോടാങ്കയിൽ ഒരു മനുഷ്യനും ഒരാൾക്ക് നേരെയും നിങ്ങളുടെ നേരെ വെടിയുതിർത്താൻ കഴിയില്ല. കാരണം എന്താ? നിങ്ങളുടെ കൽബ് ഈമാൻ കൊണ്ട് നിറയും സുബൈക്ക് എണീക്കുകയാണെങ്കിൽ. മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിച്ചില്ലേ, ഫിർഔന് ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ പഠിച്ചോനെ, എന്തെന്നില്ലാത്ത ആരോഗ്യവും എന്തെന്നില്ലാത്ത സമ്പാദ്യവും എന്തേ അള്ളാഹ് നീ കൊടുക്കാൻ കാരണം? അപ്പൊ അള്ളാഹ് പറഞ്ഞ കാരണം 2 എണ്ണത്തിൽ 1 ഞാൻ പറഞ്ഞുതരാം. മൂസ നബിയോട് അള്ളാഹ് പറഞ്ഞു, മൂസ സുബൈക്ക് ഉറങ്ങുന്ന ശീലക്കാരനല്ല ഫിർഔന്, സുബൈക്ക് മുമ്പേ എണീക്കും ഫിർഔൻ. ഓനിക്ക് സുബൈസ്കരിക്കണ്ട, മനസ്സിലായില്ലേ? ഓനിക്ക് ആകെയുള്ള യോഗയേ ഉള്ളൂ. ഓനിക്ക് ആകെ വേണ്ടത് എന്താണ്? എക്സസൈസേ വേണ്ടു. അതിനു വേണ്ടിയിട്ട് ഓൻ എണീക്കുന്നുണ്ട്. എന്നാ മുസ്ലിമീങ്ങളായ നമുക്ക് സുബൈക്ക് എണീച്ചൂടാ? ചിന്തിക്കണം നിങ്ങള്. 90 വയസ്സ് കഴിഞ്ഞ അച്യുതാനന്ദന് സുബൈക്ക് എണീച്ച് നടക്കുന്ന വാക്കിംഗ് ചെയ്യുന്നുണ്ട്. നേരത്തെ ലൈവിൽ പറഞ്ഞ ആ സഹോദരൻ വീണ്ടും ആദ്യം അയാളുടെ പേരിൽ പറഞ്ഞതാണ്. ഇപ്പം അയാളുടെ ഭാര്യന്റെ പേരിൽ 6666 കൂടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും അവസാനം കേട്ടോ. അപ്പൊ പറഞ്ഞോട് വന്നെന്താണ്? ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ചു നിർത്താനുള്ള പവർ അല്ലാഹു നമ്മൾക്ക് തരണമെങ്കിൽ എന്ത് വേണം? രാവിലെ പള്ളി പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയുള്ള ഒരു ടൈം വെക്കണം നമ്മുടെ എല്ലാ കാര്യത്തിനും, നമ്മുടെ വാട്സപ്പ് ഉപയോഗത്തിനും ഫേസ്ബുക്കിനൊക്കെ. എന്നിട്ട് ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് ഇതിന് ആവേശം കാണിച്ചതുപോലെ നാളെ മുതൽ സുബൈക്ക് പള്ളിയിലുണ്ടാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. മതിയടാ, അത് മതി. ഒരാൾക്ക് നിങ്ങളെ തൊടാൻ കഴിയില്ല. ഏത് പെണ്ണുങ്ങളുടെ ബാക്കിൽ വരും, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. അവരിങ്ങോട്ട് വരും, ബേജാറാണ്ട. അള്ളാന്റെ സഹായം സുബൈക്ക് ജമാഅത്തിന് വേണ്ടി വരുന്ന ചെറുപ്പക്കാരെ കൂടെ ഉണ്ടാകും. ഒരാൾക്ക് നിങ്ങളെ തൊടാൻ കഴിയില്ല. അള്ളാഹു അനുഗ്രഹിക്കും, അള്ളാഹു അനുഗ്രഹിക്കും. എത്രയോ വയലിന്റെ സദസ്സുകളിൽ ഇത് കേട്ടിട്ട് ഞങ്ങളോട് ഇന്നും ആ ഇഷ്ടം പങ്കുവെച്ചുകൊണ്ട് ഉസ്താദെ വയൽ കേട്ടതിന് ശേഷം സുബൈക്ക് ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിന്റെ സന്തോഷം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഏർപ്പാടുകളിലെല്ലാം അള്ളാഹുവേ ഇനിയും നീ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ നിന്ന് നാളെ സുബൈ തൊട്ട് ആരംഭിക്കുന്ന ഏതൊക്കെ ചെറുപ്പക്കാരുണ്ട് പള്ളിയുമായിട്ട് മഹബത്ത് നിലനിർത്തി, നീയുമായിട്ടുള്ള മഹബത്ത് നിലനിർത്തിയിട്ട് സുബൈക്ക് എണീച്ച് പള്ളിയിലോട്ട് വരുന്ന ചെറുപ്പക്കാരെ പടച്ചോനെ നീ ശക്തി കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, കരുത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പോ ഇയാൾ എണീക്കുന്നതിന് മുമ്പ് ഇവൾ എണീച്ചിട്ട് അടിച്ചുവാരിയാണ്.
ഇവളെ റൂമെല്ലാം ഇങ്ങനെ അടിച്ചു വാരുന്ന സമയത്ത് ചൂലുകൊണ്ട് ഇങ്ങനെ കട്ടിലിന്റെ ഭാഗത്തേക്ക് അടിച്ചപ്പോ കട്ടിലിന്റെ കാലിന്റെ ഭാഗത്ത് അടിച്ചു വാരുമ്പോ ഈ സാധുവായ പെണ്ണിനെ അറിയില്ല ഇയാൾ ഇവിടെ യൂറിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് ചൂല് കൊണ്ടപ്പോ കുപ്പിയങ്ങ് മറിഞ്ഞു. അപ്പോഴാ ഇവളിത് എടുത്തു നോക്കുമ്പോഴാണ് അറിയണത് ഇത് മൂത്രമൊഴിച്ച് വെച്ചതാണ്. ഇവളാകെ ഞെട്ടി. ഇവളല്ല, മക്കളല്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ആരാ ഇത് ഇയാൾ ചെയ്ത പണിയായിരിക്കുന്നു ഇവർക്ക് ബോധ്യായി. ഇവള് വിചാരിച്ചു, ദൈവമേ, ഇതെങ്ങാനും ഞാൻ അടിച്ചു വാരുന്ന സമയത്ത് ചൂലുകൊണ്ട് മറിഞ്ഞു വീണ് ഇത് മറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ തല ഉണ്ടാവൂല, അത് ഉറപ്പാണ്, എന്നെ വെച്ചേക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാള് നല്ല ഉറക്കില്ല. ഇവളൊരു പണിയൊപ്പിച്ചു. ഇയാള് ആ കുപ്പി എടുത്തിട്ട് മെല്ലെ ഇവള് ബാത്റൂമിൽ പോയിട്ട് ഇവള് മൂത്രമൊഴിച്ചു കൊണ്ടത് ചടവച്ചു. ഇതാരറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല. ഇയാള് കുറച്ച് കഴിഞ്ഞപ്പോ എണീച്ചു, നാസ്തൊക്കെ കഴിച്ചു, കത്തലൊക്കെ അടക്കി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ കുപ്പി എടുത്തിട്ട് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു. പരിശോധന റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ ചിരിക്കുക. ഡോക്ടറോട് ഇയാള് എന്റെ അസുഖത്തിനെ പരിശോധിച്ചിട്ട് നിങ്ങളെ എന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കണത്. അപ്പൊ ഡോക്ടർ ഇയാളോട് പറഞ്ഞു, അല്ല മനുഷ്യ, ഇതിൽ 3 മാസം പ്രഗ്നന്റ് ആയിട്ട് കാണുന്നുണ്ട്, 3 മാസത്തെ ഗർഭിണിയാണ് നിങ്ങള്. നിങ്ങൾ ആലോചിച്ചു, ഇതുപോലെ പല പറ്റിക്കലും നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ല. അവിടെ ഭാര്യ കളവ് പറയുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. പാടില്ല കൂട്ടരെ. നമ്മളെ ഒരിക്കലും അടിച്ചൊതുക്കിയിട്ട് ചീത്ത പറഞ്ഞു ഒതുക്കിയിട്ട് കഴിയേണ്ടവളല്ല ഭാര്യ. സ്നേഹത്തിന്റെ തണലിൽ വളർത്തണേ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെക്കാളേറെ നിബന്ധനകള് ആണുങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളെ ചെറുത് ചെയ്താൽ വലിയ ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പൂർണ്ണമായും വേണ്ടത് ഭർത്താവിന്റെ പൊരുത്തമാ. ആ പൊരുത്തത്തിനായി നിങ്ങൾ ജീവിക്കുമോ? അല്ലാഹുവും റഹ്മത്തിന്റെ മലായികകളും അതേ നിങ്ങളോടൊപ്പമുണ്ടേ. അതിനെന്ത് വേണം? ഏത് സമയത്തും നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കാനുള്ള മനോഭാവം പെണ്ണാകുന്ന നിങ്ങൾക്കുണ്ടാകണം. എപ്പോഴും ഏത് സമയത്തും ഒരു പാട്ടുണ്ടായാലും എന്താണ്? പൂമുഖവാതിൽക്കല് സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ആകണം. എപ്പോഴും ആ പുഞ്ചിരിയോടെ ഭർത്താവിനെ സ്വീകരിക്കണം. പക്ഷെ ഇന്ന് ചില പെണ്ണുങ്ങളോ ഉള്ളിൽ മറ്റു ചില സ്നേഹവും ഇഷ്ടവും മറച്ചു വെച്ചിട്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെണ്ണുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ എന്താ ചെയ്യാറുള്ളത്? പറഞ്ഞ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെന്താ ഓള അവസ്ഥ? പൂമുഖവാതിൽക്കൽ ചൂലും പിടിച്ച് നിൽക്കും ശൂരപരാക്രമി ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ കൊണ്ടെന്റെ മെയ്യാകെ ചിത്രം വരക്കുന്നു ഭാര്യ. പിന്നെങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തലാണ്. പാടില്ല. ഒരിക്കലും ഭർത്താവിന്റെ മനസ്സ് നൊന്തുപോകാൻ പാടില്ല. അവിടെ പ്രിയപ്പെട്ട പെങ്ങളെ, തകരുന്നത് നിങ്ങളുടെ ജീവിതമാണ്. വേണ്ടത് നിങ്ങൾക്ക് ഭർത്താവിന്റെ ഇഷ്ടവും പൊരുത്തവുമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം പറഞ്ഞില്ലേ, സ്വഹാബ, ഖത്താബിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. സ്വഹാബത്തിന് അത്ഭുതമായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റിയല്ല, അവിടെ വീട്ടിൽ നിന്ന് കാടുകളിലേക്ക് മരം വെട്ടാൻ വേണ്ടിയിട്ട് ചെന്ന് അവിടെ മരം വെട്ടിയിട്ട് അവിടെയുള്ള വിറകുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന കാശുമായി കുടുംബജീവിതം നയിക്കുന്ന ദരിദ്രരായ പാവപ്പെട്ടവരായ ഒരു ഖത്താബ് ഉണ്ടായിരുന്നു, കൂലിപ്പണിക്കാരനായ ഖത്താബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഖത്താബിന്റെ ഭാര്യ സ്വർഗ്ഗത്തിലാണ്. സ്വഹാബത്തെല്ലാം വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞപ്പോ ഈ ഭാര്യമാർക്ക് അത്ഭുതമായി. ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യക്ക് റസൂലുള്ളാഹി സ്വർഗം കൊടുത്തോ? എന്തേ അവൾ ചെയ്ത നന്മയെന്ന് അറിയാൻ ഇവർക്ക് വല്ലാത്ത താല്പര്യമാ. ഇവരവിടെ ചെന്ന് അന്വേഷണം നടത്തുന്നു. ആ പെണ്ണ് പറയുന്നു, അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം, കല്യാണം കഴിഞ്ഞ് 10 വർഷം 20 വർഷം 40 വർഷം 60 വർഷം ഇല്ല, ഇന്നത്തെ വാഴോടുകൂടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കുകയാണ്. ഭാര്യയോട് ഭർത്താവ് പൊരുത്തം ചോദിക്കുകയാണ്, മോളെ, പറഞ്ഞതിന് മാപ്പ്, ചെയ്തതിന് മാപ്പ്, ഇനിയില്ല. നിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടിയാകണം ഭാര്യയെ സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയാകണം ഭാര്യയോട് കോപിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയാകണം ഭാര്യക്ക് കൊടുക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയാകണം ഭാര്യയെ തടയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഭർത്താവിന്റെ കാര്യത്തിലും മുഴുവനും അല്ലാഹുവിന് വേണ്ടിയായി മാറണം. എന്നാൽ എന്റെ പങ്ങളെ, ഇവിടെ ഖത്താബിന്റെ ഭാര്യ പറയുകയാ, സാധുവായി എന്റെ ഭർത്താവ് മഴുകെടുത്തിട്ട്, ഞാൻ എന്റെ കയ്യിൽ മഴുകെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ചുമലത്ത് വെച്ചിട്ട് കൊടുക്കുമ്പോ അതിനു മുമ്പ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയുമോ? എന്റെ ഭർത്താവിന് വേണ്ടുന്ന ഭക്ഷണം പാചകം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. കേൾക്കണേ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ടോ മഴുകെടുത്തിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അവരെന്റെ കൈ പിടിച്ചിട്ട് സലാം പറയും. ഞാൻ സലാം അടക്കുന്നു. അവരെന്നിൽ നിന്ന് ഇങ്ങനെ നടന്ന് നീങ്ങുന്നു. കണ്ണെത്താ മറയത്തെത്തുന്നത് വരെ ഉമ്മരപ്പടിയിൽ ഞാൻ എന്റെ ഭർത്താവിനെ നോക്കി നിൽക്കുകയാ. വൈകുന്നേരം എത്ര സമയത്താണ് എന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. ആ സമയം വെച്ചിട്ട് ഞാൻ കുളിച്ച് റെഡിയായി ഭർത്താവിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് വെച്ചിട്ട് അവരെ കാത്തിരിക്കുകയാ. ദൂരെ നിന്ന് വന്ന് എന്റെ അടുത്തെത്തുമ്പോ പുഞ്ചിരിയോടെ സലാം പറഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നു. കൊണ്ടുപോയിട്ട് അവരാഗ്രഹിച്ച ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും പിണങ്ങിയിട്ടില്ല, ചൊടിച്ചിട്ടില്ല, ദേഷ്യം പിടിച്ചിട്ടില്ല, തിരിഞ്ഞു കടന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വെറുത്തിട്ടില്ല. ഈ അതിരറ്റ സ്നേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കാരണോ, ആ പെണ്ണ് ഭർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നത് കാരണോ, ഉമ്മരപ്പടിയിൽ ഭർത്താവിനെ നോക്കിയിട്ടിരിക്കുന്നത് കാരണോ, ആ പെണ്ണിന് അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ പെങ്ങളെ, സ്വർഗം നശിച്ചിട്ടില്ല, സ്വർഗം അസ്തമിച്ചിട്ടില്ല, സ്വർഗം തകർന്നു പോയിട്ടില്ല. ഇന്നും ഇതാ അത് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ സ്വാലിഹത്തായ പെണ്ണായി ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവരുടെ പൊരുത്തത്തിനായിട്ട് മരിച്ചുപോയ പെണ്ണിനതാ സ്വർഗത്തിന്റെ വാതിലുകൾ കൊതിക്കുകയാണ്, കാത്തു നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ വാതിലിലൂടെ ഭർത്താവിന്റെ കൈപിടിച്ച് സഞ്ചരിക്കാൻ ഇന്നു മുതൽ നിങ്ങളെ പൊരുത്തപ്പെട്ട വടിയിലായിട്ട് നടക്കണേ. പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കൂടെ നടക്കാൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇന്നു മുതൽ കുടുംബജീവിതം നന്നാക്കണേ, സ്നേഹപ്രകടനം ഉണ്ടാക്കണേ, ലാളിത്യത്തോടെ ജീവിക്കണേ. അവിടെ ഭാര്യയെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ.